നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അടിയന്തരമായ ഒരു പാർലമെന്റ് സമ്മേളനം നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒരു രീതിയിലും ചെവിക്കൊള്ളാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറായില്ല. ഇതിനെതിരെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കണ്ട് അതിൻ്റെ അനിവാര്യത എത്രമാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ്. രാഷ്ട്രപതിയെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലെങ്കിലും ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ സന്ദർശിക്കാനാണ് നീക്കം. എന്നാൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ കക്ഷി അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനം അതായിരിക്കും സംയുക്ത പാർലമെന്ററി യോഗം എന്നുള്ളത്. ഓൾ പാർട്ടി മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിളിച്ചു ചേർത്ത് പ്രഹസനം കാണിക്കുന്നതിലും എത്രയോ ഭേദമാണ് പാർലമെന്റ് യോഗം സമ്മേളിക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടുള്ള ചെയർപേഴ്സണായിട്ടുള്ള ജഗദീപ് ധൻഖറെ കൂടി കണ്ട് ഇതിൻ്റെ കാലിക പ്രസക്തി എന്തുമാത്രമാണ് എന്ന് അറിയിക്കുക കൂടി പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമായി ഇരിക്കെ ഇത് വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ തന്നെ സ്തംഭിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരോക്ഷമായ വെല്ലുവിളികൾ സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പല സ്ഥാനാർത്ഥികളും BJP സ്ഥാനാർത്ഥികൾ പലരും ഞങ്ങൾക്ക് 400-ൽ കൂടുതൽ സീറ്റുകൾ തരേണ്ടതിൻ്റെ അനിവാര്യത അത് ഭരണഘടനയോടുള്ള കയ്യേറ്റത്തിൻ്റെ ഭാഗമായാണ് എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെയും ബഹിഷ്കരിക്കാൻ താല്പര്യപ്പെടുന്നതും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതും. ഇപ്പോഴിതാ പാർലമെന്റ് യോഗം ചേർന്നില്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ഉള്ള അത്തരം ഒരു സന്ദർഭം ഞങ്ങൾ എവിടെയായിരിക്കും വിനിയോഗിക്കുന്നത്? പ്രതിപക്ഷ എംപിമാർ തെരുവിൽ ഒത്തുകൂടിയാൽ അത് പാർലമെന്റ് ആകില്ലല്ലോ. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന വാദം. പ്രതിപക്ഷ എംപിമാരുടെ ആവശ്യം നിറവേറ്റിയില്ലെങ്കിൽ ജഗദീപ് ധൻഖർ ഇന്ത്യയിലെ സുപ്രീം കോടതിയെക്കുറിച്ചോ ഇന്ത്യയുടെ നീതി നിർവഹണത്തെക്കുറിച്ചോ ഒരു വാക്ക് പോലും പറയാൻ യോഗ്യനല്ല എന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രപതി എന്തുമാത്രം പൊള്ളത്തരങ്ങളാണ് തട്ടിവിടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഉപരാഷ്ട്രപതിക്ക് ചെറിയ വെളിവ് വന്ന സമയമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചക്കാലം. അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നാണ് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സമ്മേളനമായി മാറും എന്ന് ഗവൺമെന്റിന് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു സമ്മേളനം നടത്താത്തത് പോലും. കാരണം പ്രതിപക്ഷ നേതാവ് പരസ്യമായി ചോദിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് കൊടുത്ത മറുപടി എന്ന രീതിയിൽ ഇന്ത്യ എടുത്ത സൈനിക നടപടിയെക്കുറിച്ച് പാർലമെന്റിൽ വിശദീകരിക്കേണ്ടി വരും. വിദേശ രാജ്യങ്ങളിൽ പോയി പ്രതിനിധി സംഘത്തെ അയച്ച് വിശദീകരിക്കുമ്പോഴും ഈ രാജ്യത്തോട് വിശദീകരിക്കാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അടിക്കടിയായി വിവാദങ്ങൾ ഓരോന്നായി മുറുകുകയാണ്. കേന്ദ്ര മന്ത്രിസഭ തന്നെ തുലാസിലാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യ മുന്നണി വജ്രായുധം പോലെ തന്നെ പുറത്തെടുക്കാൻ പോകുന്ന നീക്കമാണ് ഈ പാർലമെന്റ് യോഗം. അത് നടത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്.